ഇന്നിപ്പോ ഇതുപോലെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ലോകമെമ്പാടും സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ റിലീസായി. ഇത് മാറില്ലായിരുന്നു, ഒരു ചെറിയ സിനിമയാണ്. ഇത് എനിക്കിതിപ്പോ സത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവിടെയൊക്കെ വാചാലമായി ഈ സിനിമയെക്കുറിച്ചും സിനിമയുടെ കൺസെപ്ഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങളോടൊന്നും പറയാനില്ലാത്തൊരവസ്ഥയാണ്. നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഞാൻ വെറും എന്റെ 3ാമത്തെ സിനിമ മാത്രം ചെയ്ത് അതിന്റെ റിലീസ് കാത്തു നിൽക്കുന്ന, ഇപ്പോഴും നമ്മുടെ തലതൊട്ടപ്പന്മാരുടെ മുമ്പിൽ ഒരു പുതിയ സംവിധായകനാണ്. ഇപ്പോഴും ഒരു മലയാള സിനിമയിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഇതുപോലൊരു പ്രോജക്റ്റ് ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഏതോ ജന്മ സുഹൃതം എന്നായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് മുരളി ഗോപിയോടാണ്. എന്റെ ബ്രദർ, എന്റെ റൈറ്റർ, കോ ക്രിയേറ്റർ. ഞാൻ സംവിധായകനാകാൻ കാരണം ശ്രീ മുരളി ഗോപിയാണ്. അദ്ദേഹമാണ് എന്നോട് ഒരു കഥ പറഞ്ഞിട്ട് ഇത് രാജു സംവിധാനം ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത്. ആ ചോദ്യത്തിലാണ് ലൂസിഫർ സംഭവിക്കുന്നത്. അവിടെ നിന്ന് എന്നിലെ സംവിധായകനിൽ വിശ്വാസം അർപ്പിച്ച് ഓരോ പ്രാവശ്യവും അദ്ദേഹം എഴുതുന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന കൺസെപ്ഷനിൽ കോൺഫിഡൻസ് കാണിച്ച് എന്നെ ഇന്ന് ഒരു മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു സിനിമ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സംവിധായകനായി മാറിയതിൽ മുരളിയുടെ പങ്ക് വളരെ വലുതാണ്. 2, ശ്രീ ആന്റണി പെരുമ്പാവൂർ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സിനിമയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എന്നോളം വട്ടുള്ള മറ്റൊരാൾ ഇല്ല എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. ആ കോൺഫിഡൻസ് തകർത്തുന്നത് ശ്രീ ആന്റണി പെരുമ്പാവൂരാണ്. എന്നേക്കാൾ വട്ടം. സിനിമ എന്ന കലാരൂപത്തിന് യാതൊരുവിധ ലിമിറ്റുകളോ അതിർവരമ്പുകളോ ഇല്ല എന്നും നമ്മൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലായി പോയത് കൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധി വേണമെന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരു തികഞ്ഞ സിനിമാ സ്നേഹിയാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ. അങ്ങനെ ഒരാളെ എന്റെ നിർമ്മാതാവായി ലഭിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ദൈവത്തോട് നന്ദി പറയുന്നു. ലാലേട്ടൻ, ഇത് നമ്മളൊക്കെ ഇവിടുന്ന് എന്ത് സംസാരിച്ചാലും ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ശരിമനെ ആണ്. അദ്ദേഹം എന്റെ അടുത്ത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നത്. ലൂസിഫറിന്റെ 2ാം ഭാഗം ആയ എമ്പുരാൻ മുരളിയും ഞാനും കൂടി കൺസീവ് ചെയ്തതിനു ശേഷം സത്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ ഇത് നടക്കില്ല എന്നായിരുന്നു. കാരണം എനിക്ക് അപ്പോഴേ മനസ്സിലായി, ഞാനിത് ഒരുപാട് വലിയ രീതിയിൽ സ്വപ്നം കണ്ടുപോയി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. അങ്ങനെ ഞാൻ ആക്ച്വലി വിളിച്ച് വലിയ ബിൽഡപ്പ് ആയിരുന്നു ലാലേട്ടനോടും ശ്രീ ആന്റണി പെരുമ്പാവൂരിനോടും. ഞാനൊരു സ്ക്രിപ്റ്റ് പറയാൻ വരുന്നുണ്ട്, അതൊന്ന് പ്രിപ്പയർഡ് ആകണം, അതൊന്ന് ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി പെരുമ്പാവൂരിന്റെ ഓഫീസിൽ പോയി. അവിടെ വെച്ചിട്ടാണ് ലാലേട്ടൻ